You really believe that Sanju is the one should be removed from the Indian squad if Abhishek Sharma is coming back? I don't think so. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് സഞ്ജു വി സാംസൺ ആയിരിക്കില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ 2 വേൾഡ് കപ്പ് മത്സരത്തിൻ്റെയും പ്രതിഫലനം വെച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും അവിടെ റിമൂവ് ചെയ്യേണ്ടത് റിങ്കു സിംഗ് എന്ന ലെഫ്റ്റ് ഹാൻഡറെയാണ്. കാര്യം കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട 2 സമയത്തും റിങ്കു സിംഗിന്റെ ബാറ്റിലൊന്നും റൺസുകൾ വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് സഞ്ജു വി സാംസണെ മാറ്റേണ്ടത്? സഞ്ജു വി സാംസണെ മാറ്റേണ്ട ആവശ്യം തന്നെ അവിടെയില്ല. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്ത് ഇഷാൻ കിഷൻ 1 ഡൗൺ ആയി വന്ന് സൂര്യകുമാർ യാദവ് 2 ഡൗൺ ബാറ്ററായി വന്ന് അതിനുശേഷം തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, ശിവം ദുബെ ആ ഓർഡറിൽ പല രീതിയിലും ഇന്ത്യക്ക് ഷഫിൾ ചെയ്യാം. കാരണം തിലക് വർമ്മ നല്ല രീതിയിൽ സ്പിന്നേഴ്സിനെ ബാറ്റ് ചെയ്യുന്ന ഒരു താരം കൂടിയായതുകൊണ്ട് തിലക് വർമ്മയെ ടോപ്പ് ഓഫ് ദി ഓർഡറിൽ ഓപ്റ്റ് ചെയ്യുന്നതിലും ഏറ്റവും ബെറ്റർ തിലക് വർമ്മയെ സത്യം പറഞ്ഞാൽ ടു ദ മിഡിൽ ഓർഡർ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പണ്ട് തിലക് വർമ്മ കളിച്ചിരുന്ന പൊസിഷൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നാൽ ഇന്ത്യക്ക് സന്തുലിതമായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇന്ത്യക്ക് ടോപ്പ് 6ൽ 3 ലെഫ്റ്റ് ഹാൻഡറെയും 3 റൈറ്റ് ഹാൻഡറെയും കിട്ടുമെന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയനിൽ സഞ്ജുവിന്റെ ഈ ഒരു സ്റ്റാർട്ട്, കിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നത് സഞ്ജുവിന് തുടരാൻ സാധിക്കും. ഫ്രീ ആയി വിട്ടാൽ സഞ്ജു ഇനിയും റണ്ണടിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ശരിയാണ്. അശ്വിൻ പറഞ്ഞതുപോലെ ലെഗ് സൈഡിലാണ് സഞ്ജുവിനെ എതിരാളികൾ ടാർഗറ്റ് ചെയ്യുന്നത്. ലെഗ് സൈഡിൽ സഞ്ജു കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി ബാറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ സഞ്ജു ഇനിയും വലിയ ഇന്നിംഗ്സുകളും ഇനിയും സെഞ്ചുറികളും നേടാൻ സാധ്യതയുള്ള താരമാണ്. ഇപ്പോൾ സഞ്ജു ആദ്യ മത്സരം വേൾഡ് കപ്പിൽ തന്നെ തന്റെ ഡെബ്യൂ മത്സരം കളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വേൾഡ് കപ്പിന്റെ ഡെബ്യൂ മാച്ചിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിക്കുന്ന ഇന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ്. അതെ, മുരളി വിജയും സഞ്ജു വി സാംസണുമാണ് ഡെബ്യൂ മാച്ചിൽ 3 സിക്സ് വീതം അടിച്ച ഇന്ത്യൻ താരങ്ങൾ.